ഹായ്. ഇന്ന് ജോഗ്രഫിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ശിലകൾ. അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഡിഗ്രി ലെവൽ ആണെങ്കിലും LDC ആണെങ്കിലും നമുക്ക് ശിലകൾ എന്ന ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, എന്നാൽ നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോ നമുക്ക് ശിലകളെ കുറിച്ചിട്ട് പഠിച്ചാലോ? ഞാൻ കുറെ നോട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലായിരിക്കും കേട്ടോ ഈ സ്ലൈഡിൽ കാണിക്കാം. അപ്പോ അതിന് മലയാളത്തിലുള്ള അർത്ഥം കൂടെ പറയുന്നുണ്ട്. നിങ്ങളത് വേണ്ടവര് ആവശ്യത്തിനനുസരിച്ചിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ശിലകൾ. ശിലകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ SCERT-യില് 8ാം ക്ലാസ്സില് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ ഉള്ള കാര്യങ്ങൾ കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അപ്പൊ ആ പാഠം കൂടിയിട്ട് 8ാം ക്ലാസ്സിലെ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്റർ കൂടി വായിക്കണം കേട്ടോ. ഇനി ശിലകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ശിലകളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ആഗ്നേയശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. ഇനി രണ്ടാമത്തേത് അവസാദ ശിലകൾ. അവസാദ ശിലകൾ അഥവാ സെഡിമെന്ററി റോക്സ്. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് കായാന്തരിത ശിലകൾ അഥവാ മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ശിലകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആഗ്നേയ ശിലകള് അഥവാ ഇഗ്നിയസ് റോക്സ്, അവസാദ ശിലകള് സെഡിമെന്ററി റോക്സ്, കായാന്തരിത ശിലകള് മെറ്റമോർഫിക് റോക്സ്. ഇനി അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഭൂമിയുടെ ഘടനയുണ്ട്. ഭൂമിയുടെ ഘടനയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നിട്ട് ഈ ശില എന്ന ഭാഗത്തേക്ക് ശിലകളെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ ശിലകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ശിലാമണ്ഡലത്തിലാണ്. ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയറിലാണ്. എവിടെയാണ്? ലിത്തോസ്ഫിയറിൽ. എവിടെയാണ്? ലിത്തോസ്ഫിയറിൽ. ലിത്തോസ്ഫിയറിലാണ്, ശിലാമണ്ഡലത്തിലാണ് ശിലകള് കാണപ്പെടുന്നത്. എവിടെയാണ്? ശിലാമണ്ഡലത്തിൽ. ലിത്തോസ്ഫിയറിലാണ് ശിലകൾ കാണപ്പെടുന്നത്. ഈ ലിത്തോസ്ഫിയർ എവിടെയാണ്? ലിത്തോസ്ഫിയർ ഭൂമിയിൽ എവിടെയാണ്? അതായത് ഭൂമിയില് നമുക്കറിയാം, ഭൂമിയുടെ ഘടന പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഭൂമിയുടെ ഘടന പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പുറത്തുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് മാന്റിൽ ഉണ്ട്, അതിനും താഴെയായിട്ടാണ് കാമ്പുള്ളത്. അപ്പോ ഭൂമിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെയാണ് ഭൂവൽക്കം ഉള്ളത്. ഭൂവൽക്കത്തിന് താഴെയാണ് ഇത് ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് മാന്റില്. മാന്റിലിന് താഴെയാണ് അകക്കാമ്പ്, പുറക്കാമ്പ് എന്നൊക്കെയുള്ള തരംതിരിച്ചിട്ടുള്ള വിഭജിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ഭൂമിയുടെ ഘടന പഠിച്ച ഭാഗത്ത്, ഇതെല്ലാം ഈ ഭൗമരഹസ്യങ്ങൾ തേടി എന്നുള്ള 8ാം ക്ലാസ്സിലെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ അതെല്ലാം നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തന്നോളൂ. അപ്പോ ശിലാമണ്ഡലം, ഈ ശിലാമണ്ഡലം എന്ന് പറയുന്ന ലിത്തോസ്ഫിയർ എവിടെയൊക്കെയാണെന്ന് വെച്ചാല്, അതായത് ഭൂവൽക്കവും, ഈ ഭൂവൽക്കം ഉണ്ടല്ലോ അതുപോലെ ഈ ഭൂവൽക്കവും അതിനോട് ചേർന്നിട്ട് ഉള്ള മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നിട്ടുള്ള ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഭൂവൽക്കവും ഉപരി മാന്റിലിന്റെ ഭാഗം, അതായത് മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നിട്ടുള്ളതാണ് ശിലാമണ്ഡലം. മനസ്സിലായോ? ഭൂവൽക്കവും ഉപരിമാന്റിലും കൂടിച്ചേർന്നിട്ടാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അത് ഖരാവസ്ഥയിലായിരിക്കും. എന്തവസ്ഥയിലായിരിക്കും? ഖരാവസ്ഥയിലാണ്. ഇനി അതിന്റെ താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ, അതാണ് അസ്തനോസ്ഫിയർ. എന്താണ്? അസ്തനോസ്ഫിയർ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നിട്ട് എന്താണ്? ശിലാമണ്ഡലം. എന്താണ്? ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ആണ്.
അതിന്റെ തൊട്ട് താഴെ എന്തായിരിക്കും ബാക്കിയുള്ള പോർഷൻ ഉണ്ടല്ലോ അത് ദ്രാവകാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയർ ആണ്. എന്താണ് അസ്തനോസ്ഫിയർ ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ശിലകൾ എവിടെയാ കാണപ്പെടുക? ശിലകൾ കാണപ്പെടുന്നത് ലിത്തോസ്ഫിയറിലാണ്, ശിലാമണ്ഡലത്തിലാണ്. ഈ ശിലാമണ്ഡലം എവിടെയാണ്? ശിലാമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ശരിക്ക് ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അത് ഖരാവസ്ഥയിലായിരിക്കും. അതിന് തൊട്ട് താഴെയുള്ള മാന്റിലിന്റെ ഭാഗങ്ങൾ ഉണ്ടല്ലോ അത് അർദ്ധദ്രാവകാവസ്ഥയിലായിരിക്കും. അതാണ് എസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയറിൽ നിന്നുള്ള ഈ അർദ്ധദ്രാവകാവസ്ഥയിലാന്ന് പറഞ്ഞല്ലോ. അപ്പോ ലാവയൊക്കെ എന്ത് ചെയ്യും? അത് മാഗ്മ എന്ത് ചെയ്യും? ഈ ശിലാമണ്ഡലത്തിലൂടെ പുറത്തു വരും. പുറത്തു വന്നിട്ട് അത് തണുത്തുറച്ചിട്ടാണ് ശിലകളായിട്ട് മാറുന്നത്. അങ്ങനെ ശിലകളെ അതിന്റെ അത് തണുക്കുന്നതിന്റെയും അതിന്റെ ഒഴുക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അത് അതിന് എത്ര സമയം എടുത്തിട്ട് അത് തണുത്തുറയ്ക്കുന്നു അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ടൊക്കെയാണ് ശിലകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഓർക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ എന്താണുള്ളത്? ഇവിടെയാണ് ഭൂവൽക്കം. ഈ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ഇതാണ് ശരിക്ക് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയർ ഖരാവസ്ഥയിലായിരിക്കും. അതിന് താഴെയാണ് അസ്തനോസ്ഫിയർ ഉള്ളത്. അത് അർദ്ധദ്രാവകാവസ്ഥയിലാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഭൂമിയുടെ ഘടനയാണ്. അതൊന്ന് നോക്കിയിട്ട് പോവാം. ഭൂമിയുടെ ഘടനയിൽ ആദ്യമായിട്ട് ഏറ്റവും പുറമേയുള്ള പാളി അല്ലെങ്കിൽ പറയുന്നത് ഭൂവൽക്കമാണ് അഥവാ ക്രസ്റ്റ് ആണ്. അതിന് തൊട്ട് താഴെയാണ് മാന്റില്. ഈ ഭൂവൽക്കത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. വൻകര ഭാഗമുണ്ട്, സമുദ്ര ഭാഗമുണ്ട്. നമുക്കറിയാം കരഭാഗത്ത് സിയാലാണെന്നും അതുപോലെ സമുദ്രഭാഗത്ത് സിമ അഥവാ സൈമ എന്നൊക്കെ പറയുന്നുണ്ട്. സിലിക്കൺ അലുമിനിയം ഡെപ്പോസിഷനിലോണ്ടാണ് സിയാൽ എന്ന് പറയുന്നത് എന്നൊക്കെ നമുക്കറിയാം. 8ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. അതിനുശേഷമാണ് മാന്റില് കുറച്ചുകൂടെ അതിന്റെ മാന്റിലിന്റെ ഉപരിഭാഗത്ത് കുറച്ച് ഖരാവസ്ഥയിൽ ഉണ്ടായിരിക്കും. അതിന് താഴെ അർദ്ധദ്രാവകാവസ്ഥയിലായിരിക്കും. അപ്പൊ ഈ അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഈ മാഗ്മയാണ് അഗ്നിപർവ്വത സ്ഫോടനത്തിലൊക്കെ പുറത്തേക്ക് വരുന്നത്, ക്രസ്റ്റിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ മാന്റിലിനെ തന്നെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഉപരി മാന്റിൽ എന്നും ഔട്ടർ മാന്റിലും അതുപോലെ അപ്പർ മാന്റിലും ലോവർ മാന്റിലും അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിനിടയിലുള്ള ഡിവിഷൻ അതായത് വിച്ഛിന്നതകളൊക്കെ ഉണ്ടല്ലോ. മൊഹറോവിക്ക് അതുപോലെ ലേമാൻ അങ്ങനെ ഒരുപാട് വിച്ഛിന്നത ഉണ്ടല്ലോ അതിന്റെ ഇടയിലുള്ള. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഭൂമിയുടെ ഘടനയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോ അത് പറയുന്നില്ല. പിന്നെ അതിന് ശേഷമാണ് പുറക്കാമ്പ് പിന്നെ അകക്കാമ്പ്. ഈ അകക്കാമ്പിനെയാണ് ശരിക്കും നിഫ എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? നിക്കലും അയണും കൂടി അതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അകക്കാമ്പിന് നിഫ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്താന്ന് വെച്ചാല് ഈ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നിട്ടുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഈ ശിലാമണ്ഡലത്തിലാണ് ശിലകൾ കാണപ്പെടുന്നത്. അങ്ങനെ ശിലകളെ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. നമ്മൾ ശിലകളെ എത്രയായി തരംതിരിച്ചിട്ടുണ്ട്? മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് പറഞ്ഞു. ഈ മൂന്നായി തരംതിരിച്ചത് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ SCERTയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഈ ആഗ്നേയശിലകൾ എന്ന് വെച്ചാല് ആദ്യമായിട്ട് രൂപപ്പെടുന്ന ശിലകളാണ്. അതുകൊണ്ട് തന്നെ ആഗ്നേയശിലകളെയാണ് മാതൃശിലകൾ അല്ലെങ്കിൽ പിതൃശിലകൾ അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ എന്നൊക്കെ വിളിക്കുന്നത്. ഏത് ശിലയാണ്? ആഗ്നേയശിലകളെയാണ് അഥവാ ഇഗ്നിയസ് റോക്കിനെയാണ്. ലാവ എന്ത് ചെയ്യും? പുറത്തേക്ക് വന്നിട്ട് തണുത്തുറഞ്ഞിട്ട് ശിലകളായിട്ട് രൂപപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത്രയും താപത്തിലൊക്കെ അല്ലേ. അപ്പോ ആദ്യമായിട്ട് രൂപം കൊള്ളുന്നതുകൊണ്ട് തന്നെ അതില് ഫോസിലുകളൊന്നും ഉണ്ടായിരിക്കില്ല. അത് ഓർക്കുക. അപ്പൊ ഫോസിൽ ഇല്ലാത്ത ശിലയാണ് ആഗ്നേയശില. ലാവ തണുത്തുറഞ്ഞിട്ട് ശിലയാകും. അതുകൊണ്ട് ഫോസിൽ ഇല്ല. ലെയർ ഒന്നുമില്ല. ആദ്യമായിട്ട് വരുന്നല്ലേ, അങ്ങനെ ഓർക്കുക. ലെയർ ഇല്ല. പിന്നെയോ പ്രാഥമിക ശില, മാതൃശില, പിതൃശില എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? ആഗ്നേയശിലയാണ്. ഇനി ആഗ്നേയശിലയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത്
പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? എസ്തനോസ്ഫിയറിൽ വന്നിട്ടല്ലേ മാഗ്മ പുറത്തേക്ക് വന്നിട്ട് ആണല്ലോ ശിലകളാവുന്നത്. അപ്പൊ പുറത്തേക്ക് വന്നിട്ടാണ് പുറത്ത് വെച്ചിട്ടാണ് തണുത്തുറഞ്ഞ് ശിലയാവുന്നെങ്കിൽ അതിനെ ബാഹ്യജാത ശിലകൾ അഥവാ എക്സ്ക്ലൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. ഇനി ഉള്ളിൽ തന്നെ വെച്ചിട്ട് ശിലയാകുകയാണെങ്കിൽ അതിനെ അന്തർവേദ ശിലകൾ എന്നാണ് പറയാ. ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം SCERT-യിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം ട്ടോ. SCERT-യിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് നോക്കാം. ഭൂവൽക്കത്തിലെ ആഗ്നേയശിലകളാണ്. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. എന്താ പറഞ്ഞത്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ, നമ്മൾ പറഞ്ഞു പുറത്ത് വെച്ച് ക്രസ്റ്റിൽ വെച്ചിട്ട് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ബാഹ്യജാത ശിലകൾ അതാണ് ട്ടോ. ഇനി അല്ലെങ്കിൽ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ, ക്രസ്റ്റിനുള്ളിൽ വെച്ചിട്ടോ എന്ത് ചെയ്യും? ശിലകളായിട്ട് തണുത്തുറഞ്ഞിട്ട് ശിലകളായിട്ട് മാറും. അതാണ് ആഗ്നേയശിലകൾ. ഇനി ആഗ്നേയശിലകൾക്ക് ഉദാഹരണം എന്താണ്? ഗ്രാനൈറ്റും ബസാൾട്ടും. ഏതാണ്? ഗ്രാനൈറ്റ്, ബസാൾട്ട്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി എന്താ അടുത്തത് പറയുന്നത്? മറ്റെല്ലാ ശിലകളും ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയശിലകൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. മറ്റെല്ലാ ശിലകളും ഈ ആഗ്നേയശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്നേയശിലകളെ മാതൃശിലകൾ അല്ലെങ്കിൽ പിതൃശിലകൾ അല്ലെങ്കിൽ എന്താ പറയാ പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചാല് ആഗ്നേയശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഗ്രാനൈറ്റും ബസാൾട്ടും. പിന്നെയോ പിന്നെന്താ പറയാ? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയശിലകളാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇൻട്രൂസീവ് ഉണ്ട്, എക്സ്ട്രൂസീവ് ഉണ്ട്. അതായത് ബാഹ്യജാത ശിലകളുണ്ട്, അന്തർവേദ ശിലകളും ഉണ്ട് ആഗ്നേയശിലകളിൽ നിന്ന് പറഞ്ഞു. പിന്നെയോ ക്രിസ്റ്റൽ പോലെയാണ് ഉള്ളത്. അപ്പൊ ക്രിസ്റ്റലൈൻ നേച്ചർ ആണെന്ന് പറഞ്ഞു. ലെയർ ഒന്നുമില്ല, പിന്നെ ഫോസിൽ ഉണ്ടാവില്ല, അത് പറഞ്ഞില്ലേ? ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഇനി ഈ നമ്മൾ പറഞ്ഞു അന്തർവേദ ശിലകൾ എന്ന് പറഞ്ഞു. ഈ അന്തർവേദ ശിലകള് അഥവാ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ്, നമ്മൾ രണ്ട് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ആഗ്നേയശിലയ്ക്ക്, ബസാൾട്ടും ഗ്രാനൈറ്റും. അതില് ഈ അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അന്തർവേദ ശിലയ്ക്ക് ഉദാഹരണം എന്താണ്? ഗ്രാനൈറ്റ്. ഓക്കെ അല്ലേ? ഇവയെ തന്നെയാണ് പ്ലൂട്ടോണിക് റോക്സ് എന്നും പറയുന്നത്. കാരണം ഒരുപാട് ആഴത്തിലുണ്ടാകുന്ന, അതായത് ഒരുപാട് ആഴത്തിൽ ഉണ്ടാകുന്ന റോക്സ് ആണ്. അപ്പൊ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്ക് അഥവാ അന്തർവേദ ആഗ്നേയശിലകളാണ്. അതിന് ഉദാഹരണം എന്താണ്? ഗ്രാനൈറ്റ് ആണ്. ഈ ലാവ വളരെ കാലത്തിന്, അതായത് വളരെ കാലം എടുത്തിട്ടാണ് ഈ പ്ലൂട്ടോണിക് റോക്സില്, അതായത് അന്തർവേദ ശിലകളില് തണുത്തു ഉറയുന്നത് ട്ടോ. എന്നിട്ടാണ് ശിലയായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള മിനറൽസോ ധാതുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ അതെല്ലാം വലിയ സൈസ് ആയിരിക്കും ട്ടോ. അതുകൂടെ ഓർക്കുക ട്ടോ. ഇനി അടുത്തതാണ് ബാഹ്യജാത ശിലകള്. ഈ ബാഹ്യജാത ശിലകളില് എന്താന്ന് വെച്ചാല് ഭൂവൽക്കത്തിന് പുറത്ത്, ഭൂവൽക്കത്തിന്റെ ഉപരിതലത്തില് രൂപപ്പെടുന്നതാണ്. ലാർവ എന്ത് ചെയ്യും? ലാർവയല്ല, ലാവ പെട്ടെന്ന് തണുക്കില്ല. ഇതിന്റെ കേസിൽ ലാവ പെട്ടെന്ന് തണുക്കുന്നില്ല. ലാവ സാവധാനം തണുത്തുറഞ്ഞിട്ട് തന്നെയാണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സിലും
രൂപപ്പെടുന്നത്. അപ്പോ രണ്ടിലും ലാവ പതിയെ തണുത്തുറഞ്ഞിട്ടാണ് രൂപപ്പെടുന്നത്. വളരെ ആഴത്തിലാണെങ്കിൽ അതായത് ഭൂവൽക്കത്തിലെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിൽ എന്താണ് അതിന് പറയാ, അന്തർവേദ ശില എന്ന് പറയും. ഭൂവൽക്കത്തിന് പുറത്ത് വെച്ചിട്ടാണെങ്കിൽ അതിനെ ബാഹ്യജാത ശില എന്ന് പറയും. ഇനി ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. അതിനെ വോൾക്കാനിക് റോക്സ് എന്നും പറയും. അതുകൂടി ഓർക്കുക കേട്ടോ. വോൾക്കാനിക് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത ശിലകൾ എന്ന് പറയും. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബസാൾട്ട് ശില കൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഭൂരൂപം ഉണ്ട്. അത് ഏതാണെന്ന് അറിയോ? ഡെക്കാൻ പീഠഭൂമി. ഈ ബസാൾട്ട് ശിലകളാണ് പൊടിഞ്ഞിട്ടാണ്, അതിന് അപക്ഷയമൊക്കെ സംബന്ധിച്ച് പൊടിഞ്ഞ് അങ്ങനെയാണ് കറുത്ത മണ്ണ്, പരുത്തി കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടാണെന്ന് കൂടി ഓർക്കുക ട്ടോ. ഇനി രണ്ടാമത്തേത് ഏത് ടൈപ്പ് ശിലയാണ്? അവസാദ ശിലകൾ. അവസാദ ശിലകൾ എന്ന് പേര് വരാൻ തന്നെ കാരണം അവസാദങ്ങൾ അടിഞ്ഞു കൂടിയിട്ടാണ്. അവസാദങ്ങൾ അടിഞ്ഞു കൂടിയിട്ടാണ് ശിലകൾ രൂപപ്പെടുന്നത്. അതായത് ഇവിടെ നോക്കൂ, കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും, അപ്പൊ പാളികളായി നിക്ഷേപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതില് ലെയേഴ്സ് ഉണ്ട്, ലെയറുകളായിട്ടാണ്. അപ്പോ ലെയറുകളായിട്ടുള്ള ശില ഏതാണ്? പാളികളായിട്ട് ഉള്ള കാണപ്പെടുന്ന ശില ഏതാണ്? അവസാദ ശിലകളാണ്. എന്താണ്? അവസാദ ശിലകളാണ്. ഓർക്കുക. ഇനി പൊടിഞ്ഞിട്ടാണ് എന്നിട്ട് അവസാദങ്ങളായിട്ട് ഈ അവസാദങ്ങൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് സെഡിമെന്ററി റോക്സ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ അവസാദ ശിലകൾ അടുക്ക് ശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്നും അറിയപ്പെടുന്നു. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? ശിലകൾ ഇങ്ങനെ പൊടിയും. ശിലകൾ നമ്മൾ പറഞ്ഞു ഇഗ്നിയസ് റോക്സ് ഉണ്ടല്ലോ, ശിലകൾ പൊടിഞ്ഞിട്ട് എന്ത് ചെയ്യും? താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ പാളികളായിട്ട്, ഇപ്പൊ ജലം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തിരമാല, കാറ്റ്, ഇവയുടെയൊക്കെ ഫലമായിട്ട് എന്ത് ചെയ്യും? പല പീസുകളായിട്ട് പൊടിഞ്ഞതൊക്കെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ഈ അവസാദങ്ങളൊക്കെ കാറ്റ്, തിരമാല, ജലം എന്നിവയൊക്കെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കും. എന്നിട്ട് അത് അവിടെ അടിഞ്ഞു കൂടിയിട്ട് ഒരു ശിലയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാളികളായിട്ട് അടിഞ്ഞു കൂടിയിട്ടാകുമ്പോൾ അടുക്ക് ശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? അവസാദ ശിലകളാണ്. ഇനി ഒരുപാട് പാളികളിലുണ്ട് ലെയേർഡ് റോക്സ് ആണ്. ഇത് കൂടെ ഓർക്കുക. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഫോസിലുകൾ ഉണ്ടാകും. അപ്പൊ ഫോസിലുള്ള ശിലകളാണ്. ഈ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ബലകൃത ശിലകൾ അല്ലെങ്കിൽ ജലകൃത ശിലകള്, സരിത ശിലകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? അവസാദ ശിലകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം വരാൻ, ബലകൃത ശില അല്ലെങ്കിൽ ജലകൃത ശില, സരിത ശില എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏതാണ്? സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകളാണ്. അപ്പൊ അവസാദ ശിലകളും നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ പറഞ്ഞത്? അവസാദ ശിലകള് കാലാന്തരങ്ങളില് ഈ കല്ലുകൾ എന്ത് ചെയ്യും? പൊടിഞ്ഞ് അവസാദങ്ങളായിട്ട് മാറും. കാറ്റ്, തിരമാല, ജലം എന്നിവയുടെ കാരണത്താല് അല്ലെങ്കിൽ എന്നിവ എന്ത് ചെയ്യും? ഈ അവസാദങ്ങളെ പാളികളായിട്ട് നിക്ഷേപിച്ചിട്ട് ശിലകളായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞു. ഈ ശിലകള് പാളികളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചതുകൊണ്ട് തന്നെ അടുക്ക് ശിലകൾ അഥവാ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞു. ഇനി നോൺ ക്രിസ്റ്റലൈൻ ആണ്. ക്രിസ്റ്റൽ രൂപത്തിലല്ല. പിന്നെയോ പാളികളായിട്ടാണ്. അപ്പൊ ലെയർ ഉണ്ട്, സ്ട്രാറ്റിഫൈഡ് ആണ്. പിന്നെയോ ഫോസിലുകൾ അതിലുണ്ടായിരിക്കും. പിന്നെയോ അതിൽ അടങ്ങിയിട്ടുള്ള അതെങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിന് അനുസരിച്ചിട്ട് 3 തരത്തിലായിട്ട് അവസാദ ശിലകളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മെക്കാനിക്കലി ഫോം ചെയ്തത്, പിന്നെ കെമിക്കലി ഫോം ചെയ്തത്, പിന്നെ ഓർഗാനിക്കലി ഫോം ചെയ്തത്. അങ്ങനെ 3ആയിട്ട് ജസ്റ്റ് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ഓർക്കുക. ഇനി ഉദാഹരണം ഏതൊക്കെയാണ്? മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. ഏതൊക്കെയാണ്? മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. ഇതൊക്കെ അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി മൂന്നാമത്തേതാണ് കായാന്തരിത ശിലകൾ. കായാന്തരിത ശിലകൾ എന്ന് പറഞ്ഞാല്
അതിന്റെ രൂപത്തിൽ മാറ്റം വരുന്നത് അഥവാ മെറ്റമോർഫിക് റോക്സ്. മെറ്റമോർഫിസം എന്ന് പറഞ്ഞാൽ രൂപാന്തരം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ രൂപത്തിൽ മാറ്റമുള്ളതാണ് കായാന്തരിത ശിലകൾ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. അതായത് നല്ല മർദ്ദം, പ്രഷർ, അതുപോലെ കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ചൂട്, താപം, ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്, ഇവയൊക്കെ കാരണം ശിലകൾക്ക് രൂപമാറ്റം സംഭവിക്കും. അങ്ങനെയുള്ള ശിലകളെയാണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? മാർബിള്, സ്ലേറ്റ്. ഈ ലൈംസ്റ്റോൺ ആണ്, അതായത് ചുണ്ണാമ്പ് കല്ലാണ് മാർബിൾ ആയിട്ട് മാറുന്നത്. പിന്നെയോ കളിമണ്ണാണ് സ്ലേറ്റ് ആയിട്ട് മാറുന്നത്. കളിമണ്ണാണ് സ്ലേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോ ഒരു ചോദ്യമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശിലകൾ ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കായാന്തരിത ശിലകളാണ്. ഏതാണ്? കായാന്തരിത ശിലകളാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ 3 ടൈപ്പ് ശിലകളും SCERT-യിലുള്ള കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ എന്താ ഞാൻ പറഞ്ഞത്? ആഗ്നേയശിലകൾ അഥവാ ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? മീൻസ് ഫയർ. ഫയർ എന്നാണ് അർത്ഥം. എന്താണ്? തീ എന്താണ് അർത്ഥം? തീ എന്നാണ് അർത്ഥം. കാരണം അത് മാഗ്മ ആണല്ലോ. ഈ ലാവ അല്ലെ ഈ മാഗ്മ അഥവാ ലാവ തണുത്തുറഞ്ഞിട്ടാണല്ലോ ശിലകൾ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് മീൻസ് ഫയർ, അതായത് ഫയർ എന്ന അർത്ഥം വരുന്ന ശിലകളാണ് ആഗ്നേയശിലകൾ. ഞാൻ ഇംഗ്ലീഷ് കൂടി ഉൾപ്പെടുത്താൻ കാരണം ഡിഗ്രി ലെവലില് ഇംഗ്ലീഷ് മീഡിയം പരിഗണിച്ചിട്ടാണ് കേട്ടോ ക്ലാസ്. എന്താ പറഞ്ഞത്? മീൻസ് ഫയർ. എന്താ പറഞ്ഞത്? മീൻസ് ഫയർ ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് ലാവ ഓർ മാഗ്മ. ഇനി ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്, ക്രിസ്റ്റൽ രൂപത്തിലാണ് ഉള്ളത്. ലെയറുകളില്ല. നോൺ ഫോസിലിഫറസ്, അതായത് ഫോസിലുകളൊന്നും കാണപ്പെടില്ല. നോൺ ഫോസിലിഫറസ് എന്ന് പറഞ്ഞാല് ഫോസിലുകളൊന്നും കാണപ്പെടുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞ ആദ്യമായിട്ട് വരുന്നതാണ്. അങ്ങനെ ഓർക്കുക, അത്രയും ചൂടുള്ള ലാവയിൽ എങ്ങനെ ഫോസിൽ നിലനിൽക്കുക? അപ്പൊ പ്രാഥമിക ശില എന്നൊക്കെ പറയുന്ന പ്രൈമറി റോക്സ് എന്ന് പറയുന്നത് ഏതിനെയാണ്? അതുപോലെ മദർ റോക്ക്, ഫാദർ റോക്ക് എന്നൊക്കെ പറയുന്നത് ഏതാണ്? ആഗ്നേയശിലകളാണെന്ന് പറഞ്ഞു. മാതൃശില, പിതൃശില അല്ലെങ്കിൽ പ്രാഥമിക ശില എന്നൊക്കെ പറയുന്നത് ആഗ്നേയശില അഥവാ ഇഗ്നിയസ് റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഫോസിൽ ഉണ്ടാവില്ല, അടുക്കുകളായിട്ടല്ല. അതുകൊണ്ട് നോ ലെയേഴ്സ് ഇല്ല, ക്രിസ്റ്റലൈൻ ആണ്. പിന്നെ തീ എന്നാണ്, ഫയർ എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് ഓർക്കുക. ഇനി 2 ഉദാഹരണങ്ങളാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. എന്താണ്? ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയശിലക്ക് ഉദാഹരണമാണ്. ഇനി ആഗ്നേയശില 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞതാണ് ഇൻട്രൂസീവ് റോക്ക് അഥവാ പ്ലൂട്ടോണിക് റോക്ക്. വളരെ ആഴത്തില് ലാവ തണുത്തു ഉറഞ്ഞിട്ട് ഉണ്ടാവുന്ന ശിലകളാണ് ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്, അഥവാ അന്തർവേദ ശിലകൾ. ഇനി അടുത്തതാണ് എക്സ്ട്രൂസീവ് റോക്സ്. ഈ എക്സ്ട്രൂസീവ് റോക്സ് എന്ന് പറഞ്ഞാല് അഗ്നിപർവ്വതത്തിലൂടെ ലാവ പുറത്തു വന്നിട്ട് തണുത്തുറഞ്ഞിട്ടുള്ള, അതായത് ഭൂവൽക്കത്തിന് പുറത്ത് ബാഹ്യജാത ശിലകൾ എന്നാണ് കേട്ടോ മലയാളത്തിൽ പറയാം. ഭൂവൽക്കത്തിന് പുറത്ത് രൂപപ്പെടുന്നതാണ് മാഗ്മ തണുത്തു ഉറഞ്ഞിട്ട് രൂപപ്പെടുന്ന ശിലകളാണ് എക്സ്ട്രൂസീവ് റോക്സ് അഥവാ വോൾക്കാനിക് റോക്സ് ഒക്കെ. അതിന് ഉദാഹരണമാണ് ബസാൾട്ട്. പിന്നെ ബസാൾട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിൽ ബസാൾട്ട് ശിലകൾ പൊടിഞ്ഞിട്ടാണ് കറുത്ത മണ്ണ് രൂപപ്പെടുന്നതെന്നും കൂടി ഓർക്കുക. അപ്പൊ ആഗ്നേയ ശിലകള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് അവസാദ ശിലകളാണ്. അവസാദ ശിലകളില് അഥവാ സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സ് നമ്മൾ പറഞ്ഞു അടുക്കുകളായിട്ട് കാലാന്തരങ്ങളില് എന്ത് ചെയ്യുന്നുണ്ട്? അടുക്കുകളായിട്ട് ഇങ്ങനെ പാളികളായിട്ട് ഇങ്ങനെ അവസാദങ്ങൾ അടിഞ്ഞുകൂടി അടുക്കുകളാവുണ്ട്. അതുകൊണ്ടാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്കുശിലകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഫോസിലുകൾ ഉണ്ടാകും. അതാണ് ഫോസിലിഫെറസ് എന്ന് പറയുന്നത്. ഒരുപാട് പാളികളായിട്ട് ജലം, കാറ്റ്, തിരമാല എന്നിവയുടെയൊക്കെ സഹായത്തോടെ ഈ അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ട് ആണ്
ശിലകൾ രൂപപ്പെടുന്നത്, അതായത് പാളികളായിട്ടാണ്. layers are present, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി form due to the sediments accumulated over long years, നമ്മൾ പറഞ്ഞതാണ് SCRT-യിൽ നമ്മൾ ആ കോളം എടുത്തിട്ട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? കാലാന്തരങ്ങളിലൂടെ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് പാളികളായി അടിഞ്ഞുകൂടി ഉണ്ടാവുന്നതാണ്. അതിനെയാണ് formed due to the sediments accumulated over long years എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ അല്ല, ക്രിസ്റ്റൽ രൂപത്തിലല്ല, നോൺ ക്രിസ്റ്റലൈൻ ആണ്. ഉദാഹരണം ഏതൊക്കെയാണ്? ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല് എന്നൊക്കെ ഏതിന്റെ ഉദാഹരണമാണ്? അവസാദശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ അവസാദശിലകളും പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാദശിലകൾക്ക് മറ്റു ഉദാഹരണങ്ങളും കൂടി പറയാം. പൊട്ടാഷ് അവസാദശിലയാണ്. എഴുതിക്കോ, പൊട്ടാഷ്. എന്താണ്? പൊട്ടാഷ് അവസാദശിലയാണ്. എന്താണ്? പൊട്ടാഷ് അവസാദശിലയാണ്. പിന്നെ അതുപോലെ ചോക്ക്, കോള് ഇതൊക്കെ അവസാദശിലയാണ് ട്ടോ. ചോക്ക്, കോള്, കോൺഗ്ലോമറേറ്റ് ഇതെല്ലാം അവസാദശിലയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ലൈംസ്റ്റോണും സാൻഡ്സ്റ്റോണും മാത്രമല്ല, ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും മാത്രമല്ല അവസാദശില എന്ന് പറയുന്നത്. ചോക്ക്, അതുപോലെ കോള്, ചേർട്ട്, പൊട്ടാഷ്, കോൺഗ്ലോമറേറ്റ് ഇതൊക്കെ അവസാദശിലയാണ്. വേണമെങ്കിൽ വേണ്ടവർ എഴുതിയെടുത്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ശിലയാണ് മെറ്റമോർഫിക് റോക്സ് അഥവാ കായാന്തരിത ശിലകള്. ഈ കായാന്തരിത ശിലകൾ എങ്ങനെയാ രൂപപ്പെടുന്നത് പറഞ്ഞാൽ താപമോ അല്ലെങ്കിൽ മർദ്ദമോ ഒക്കെ കാരണം രൂപമാറ്റം വന്നിട്ടുള്ള ശിലകളാണെന്ന് പറഞ്ഞു. അതായത് ഫോം അണ്ടർ ദി ആക്ഷൻ ഓഫ് പ്രഷർ, വോളിയം and temperature. Form under the action of pressure, volume and temperature changes. താപത്തിലോ അല്ലെങ്കിൽ മർദ്ദത്തിലുള്ള വ്യത്യാസം കാരണം ഇതിനൊക്കെ ആ മാറ്റത്തിനൊക്കെ വിധേയമായിട്ട് മർദ്ദത്തിലോ അല്ലെങ്കിൽ താപത്തിലോ ഇനി വോളിയത്തിലാണെങ്കിലും അതിലൊക്കെ മാറ്റത്തിന് വിധേയമായിട്ട് രൂപപ്പെടുന്ന ശിലകളാണ് മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ രൂപത്തിലാണ്, ക്രിസ്റ്റലൈൻ നേച്ചർ ആണ്, ഫോസിൽസ് ഒന്നുമില്ല. പിന്നെ ലെയേഴ്സ് ഉണ്ട്, ലെയേഴ്സ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങനെ 3 ശിലകൾ എഴുതി വെക്കാം. 3 ശിലകളെ പേരും ആഗ്നേയശില അഥവാ ഇഗ്നിയസ് റോക്ക്, സെഡിമെന്ററി റോക്ക്, ദെൻ മെറ്റമോർഫിക് റോക്ക്. ആദ്യത്തേല് നമ്മൾ എന്താ പറഞ്ഞത്? ലെയറുകളില്ല, ഫോസിലുകളില്ല, ക്രിസ്റ്റലൈൻ ആണ്. രണ്ടാമത്തേല് എന്താ പറഞ്ഞത്? ലെയർ ഉണ്ട് പക്ഷെ ക്രിസ്റ്റലൈൻ അല്ല, ഫോസിൽ ഉണ്ട്. ഇനി മൂന്നാമത്തേലോ? ക്രിസ്റ്റലൈൻ ആണ്, ഫോസിൽ ഇല്ല പക്ഷെ ലെയർ ഉണ്ട്. ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇതിലൊക്കെ ഏതാ ഇല്ലാത്തതെന്നുള്ളത് നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പൊ തന്നെ ഒരുവിധം നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു പ്രാഥമിക ശിലകൾക്കൊക്കെ രൂപമാറ്റം വന്നിട്ട് ആണ് മറ്റു ശിലകൾക്ക്, അതായത് അവസാദ ശിലയ്ക്കും പ്രാഥമിക ശിലക്കും രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശിലകൾ ഫോം ചെയ്യുന്നത്, രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഗ്രാനൈറ്റ് എന്ന ഇഗ്നിയസ് റോക്ക് എന്തായിട്ടാണ്? നെയ്സ് ആയിട്ടാണ് മാറുന്നത്. ഗ്രാനൈറ്റ്, നീസ് രണ്ടിലും ജി ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്ന കുട്ടികൾക്ക് സുഖമായിരിക്കും. ഗ്രാനൈറ്റ്, നീസ്. ഇനി നൈസ്, നീസ് എന്നൊക്കെ പറയാം കേട്ടോ. ഈ ചുണ്ണാമ്പ് കല്ല് എന്ത് ചെയ്യും? മാർബിൾ ആയിട്ട് മാറും. ചുണ്ണാമ്പ് കല്ല് മാർബിൾ ആയിട്ട് മാറും. മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആയിട്ട് മാറും. കളിമണ്ണ് എന്ത് ചെയ്യും? സ്ലേറ്റ് ആകും. ഈ സ്ലേറ്റിന് തന്നെ വീണ്ടും രൂപാന്തരം സംഭവിച്ചിട്ട് ഷിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? ഗ്രാനൈറ്റ് എന്താകും? നീസ് ആയിട്ട് മാറും. ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ എന്താകും? മാർബിൾ ആയിട്ട് മാറും. മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആയിട്ട് മാറും. ക്ലേ സ്ലേറ്റ് ആയിട്ട് മാറും. സ്ലേറ്റ് ഷിസ്റ്റ് ആയിട്ട് മാറും. ഈ പേര് കറക്റ്റ് ഓർത്ത് വെട്ടോ. ഇനി ഈ കായാന്തരിത ശിലകൾ രൂപപ്പെടുന്ന പ്രക്രിയയില് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ലെയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിലുള്ള ഗ്രെയിൻസ് ഒക്കെ എന്ത് ചെയ്യും? മിനറൽസ്, ധാതുക്കളൊക്കെ പാളികളായിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ആ പാളികളായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ ലീനിയേഷൻ അഥവാ ഫോളിയേഷൻ എന്നൊക്കെ പറയുന്നത്. എന്താണ് ലീനിയേഷൻ? എന്താണ് ലീനിയേഷൻ എന്ന് പറയുന്നത് അഥവാ ഫോളിയേഷൻ എന്ന് പറയുന്നത്? എന്താ പറഞ്ഞത്? ഈ മെറ്റമോർഫിസം നടന്നിട്ട് ഒരു ശില
മെറ്റമോർഫിക് റോക്ക് ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിലുള്ള ധാതുക്കളും അതിലുള്ള ഗ്രെയിൻസും മിനറൽസും ഒക്കെ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, പാളികളായിട്ടാണ്. നമ്മൾ പറഞ്ഞു മെറ്റമോർഫിക് റോക്കില് പാളികളായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു, പാളികൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ രൂപപ്പെടും. അതിനെയാണ് ലീനിയേഷൻ അഥവാ ഫോളിയേഷൻ എന്ന് പറയുന്നത്. ഇനിയോ ഈ ലെയറുകൾ എന്ത് ചെയ്യും, ഈ പാളികൾ ഇങ്ങനെ അടർന്നു പോകുന്നതിനെയാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. പാളികളായിട്ട് കാണപ്പെടുന്നതിനെ ഫോളിയേഷൻ എന്നും പാളികൾ അടർന്നു പോകുന്നതിനെ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 3 ശിലകളും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എക്സാമ്പിൾ വെച്ചിട്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ആദ്യം ഒരു കാര്യം പറയാൻ മറന്നു. ഇവിടെ കണ്ടോ, ഇനി ശിലകളെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ, പെട്രോളജി. എന്താണ് പെട്രോളജി? മാറിപ്പോവരുത്. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെട്രോള് അപ്പൊ കല്ല് കുഴിച്ചിട്ടാണ് പെട്രോൾ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചാൽ മതി. കല്ല് കുഴിച്ചിട്ട് പെട്രോൾ എടുക്കും. അപ്പൊ പെട്രോളജി ശിലകളെ കുറിച്ചുള്ള പഠനം. സ്റ്റഡി ഓഫ് റോക്സ് ഈസ് കോൾഡ് പെട്രോളജി. ചോദ്യം വന്നിട്ടുണ്ട്. ഈ സ്റ്റഡി ഓഫ് സോയിൽ ആണെങ്കിലോ പെഡോളജി. എന്താണ്? മണ്ണിൽ പെട്ടു. അപ്പൊ പെഡോളജി എന്താണ്? മണ്ണിനെ കുറിച്ചുള്ള പഠനം. ഇനി ആ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന പാഠഭാഗത്തുള്ളതാണ് മണ്ണ് ദിനം എന്നാണ്. മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5. മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5. ഡിസംബർ 5 മണ്ണ് ദിനം. ഇനി മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് എന്നാണ് 2015. മണ്ണ് വർഷം 2015. മണ്ണ് ദിനം ഡിസംബർ 5. പിന്നെന്താ പറഞ്ഞത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി, ശിലകളെ കുറിച്ചുള്ള പഠനം പെട്രോളജി. അതുകൂടെ ഓർത്തു വെക്കുക. ഇനി ശിലകള് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത് ഒരു ചക്രം പോലെ, ഒരു സൈക്കിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ശിലാചക്രം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇതാണ് ആഗ്നേയശില അഥവാ ഇഗ്നിയസ് റോക്സ്. ഈ ഇഗ്നിയസ് റോക്സ് എന്ത് ചെയ്യുന്നു? പൊടിയുന്നു. പൊടിഞ്ഞിട്ട് അടുക്കുകളായിട്ട്, നമ്മൾ പറഞ്ഞു അടുക്കുകളായിട്ട് ഇങ്ങനെ നിക്ഷേപിക്കും. ലെയേഴ്സ് ആയിട്ട്, പാളികളായിട്ട് അടുക്ക് ശിലകളാകും. അടുക്കുകളായി, അപ്പൊ അടുക്ക് ശിലയായി അഥവാ അവസാദ ശിലയായി. ഈ അവസാദ ശില എന്ത് ചെയ്യും? വീണ്ടും പൊടിഞ്ഞാൽ എന്താകും? അവസാദ ശില തിരിച്ചു പൊടിഞ്ഞാൽ എന്താകും? ഈ പാളികൾ ഇങ്ങനെ അടർന്ന് പൊടിഞ്ഞാൽ എന്താകും? ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ആഗ്നേയശിലയായി. അപ്പൊ ഒരു സൈക്കിൾ പ്രോസസ് ആയില്ലേ? എന്താ പറഞ്ഞത്? ആഗ്നേയശിലകൾ പൊടിഞ്ഞാല് അടുക്കുകളായിട്ട് അവസാദ ശിലകളാകും. അവസാദ ശിലകൾ പൊടിഞ്ഞാലോ ആഗ്നേയശിലകൾ തന്നെയാകും. ഇനി അതിനുശേഷം നോക്കൂ, അവസാദ ശിലയിലേക്ക് ഉയർന്ന താപം മൂലം എന്താകും? കായാന്തരിത ശിലയായിട്ട് മാറും. അവസാദ ശിലയിൽ ഉയർന്ന താപത്തിന് വിധേയമായാല് കായാന്തരിത ശിലയാകും. അതുപോലെ തന്നെ അവസാദ ശില ഉരുകിയാൽ എന്താകും? ശിലാദ്രവാകും. അവസാദ ശില ഉരുകിയാല് ശിലാദ്രവാകും. നമ്മൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം ശിലാദ്രവാണ്. ഇനിയോ കായാന്തരിത ശിലയ്ക്ക് അപക്ഷയം സംബന്ധിച്ചിട്ട് പൊടിഞ്ഞാൽ എന്താകും? ആഗ്നേയശിലയാകും. ഇനി ആഗ്നേയശിലയ്ക്ക് ഉയർന്ന മർദ്ദമോ താപമോ ഒക്കെ അതിനൊക്കെ വിധേയമായാല് കായാന്തരിത ശിലയാകും. ഇതൊരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട് പൂരിപ്പിക്കാനായിട്ട്, കുട്ടികളുടെ ബുക്കിലുണ്ട്. അപ്പൊ കുട്ടികളുടെ ബുക്കിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൈക്കിൾ പോലെ പറഞ്ഞു തന്നോളും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറയണോ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ പറഞ്ഞു എസ്തനോസ്ഫിയറിൽ നിന്ന് മാഗ്മ, ഈ മാഗ്മ എന്ത് ചെയ്യും? പുറത്തേക്ക് വന്നിട്ട് ലിത്തോസ്ഫിയറിൽ വന്നിട്ടാണ് ശിലകളായിട്ട് മാറുന്നത്. ഈ ശിലകൾ അതായത് മാഗ്മ എന്ത് ചെയ്യും? പുറത്തേക്ക് വന്ന് തണുത്തുറഞ്ഞിട്ട് ആദ്യം ആഗ്നേയശിലയാകും. ഈ ആഗ്നേയശിലയ്ക്ക് രൂപമാറ്റം സംഭവിക്കും, അതായത് പൊടിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഉയർന്ന താപം അല്ലെങ്കിൽ മർദ്ദം മൂലം. ഇനി അവസാദ ശിലയിൽ നിന്ന് തന്നെ ഉയർന്ന താപം കൊടുത്താൽ അത് കായാന്തരിത ശിലയാകും. ഇനി അത് ഉരുകുകയാണെങ്കിൽ ഈ ഒരു കായാന്തരിത ശിലയും ആഗ്നേയശിലയും അവസാദ ശിലയൊക്കെ ഉരുകിയിട്ട് ശിലാദ്രവമാവുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഓർക്കാം. കായാന്തരിത ശില പൊടിഞ്ഞാല് അപക്ഷയം സംഭവിച്ചിട്ട് പൊടിഞ്ഞിട്ട് ആഗ്നേയശിലയായിട്ട് തന്നെ വീണ്ടും മാറുന്നുണ്ട്. ഈ ഒരു ക്രമത്തിലുള്ള ഒരു ചക്രം പോലെയുള്ള ഇതല്ലേ? അപ്പൊ ശിലകള് രൂപപ്പെടുന്ന ഒരു ചക്രം പോലെയല്ലേ? ഈ ശിലകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഒരു ചക്രം പോലെ ആയതുകൊണ്ട് തന്നെ അതിനെ ശിലാചക്രം എന്നാണ് പറയുന്നത്. റോക്ക് സൈക്കിൾ ടെക്സ്റ്റ് ബുക്കിലുള്ള
ചിത്രമാണ്. അത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെങ്കിൽ മാറിപ്പോകരുത്. അപക്ഷയം സംഭവിക്കുന്നത് 3 തരത്തിലാണ്. ഒന്നാമത്തേത് ഭൗതിക അപക്ഷയം, 2 രാസിക അപക്ഷയം, 3 ജൈവിക അപക്ഷയം. ഇതും ടെക്സ്റ്റ് ബുക്കിലെ കോളം തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ആദ്യത്തേത് ഭൗതിക അപക്ഷയം അഥവാ ഫിസിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെതറിംഗ്. താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ടെമ്പറേച്ചറിലുള്ള മാറ്റങ്ങൾ കാരണം, അതായത് താപത്തിലെ മാറ്റം ഉണ്ടാകുമ്പോൾ ശിലകൾ വികസിക്കും, അതുപോലെ സങ്കോചിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ട് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. താപമാണ് ഒരു കാരണം. പിന്നെയോ ഈ ശിലകളിലെ വിള്ളലുകളില് ജലം തണുത്തുറഞ്ഞിട്ട് ശിലകൾ പൊടിയുന്നുണ്ട്. അപ്പൊ അതും ഭൗതിക അപക്ഷയത്തിലാണ് വരുന്നത്. ഇനിയോ രാസിക അപക്ഷയത്തിൽ എന്താ പറയുന്നത്? ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യും. അതായത് കെമിക്കൽ ചേഞ്ച് ആണുള്ളത്. ശിലകളിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം ഇതെല്ലാം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതിനുശേഷം ശിലകളിൽ വരുന്ന മാറ്റം, അതിനാണ് രാസിക അപക്ഷയം അഥവാ കെമിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ജൈവിക അപക്ഷയമാണ് അഥവാ ബയോളജിക്കൽ വെതറിംഗ്. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? ചെടികളുടെയൊക്കെ വേരുകൾ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ കല്ലുകൾക്ക്, പാറക്കെട്ടൊക്കെ, അതിലൊക്കെ വേരുകൾ ആഴ്ന്നിറങ്ങി അതിനെ ചുറ്റിപ്പിരിഞ്ഞിട്ട് ഉള്ളത്. അപ്പൊ അത്, പിന്നെ ചെറിയ ജീവികളൊക്കെ മാളങ്ങൾ ഉണ്ടാക്കും. പിന്നെ സസ്യജന്തു അവശിഷ്ടമൊക്കെ, ജീർണനമൊക്കെ അപക്ഷയത്തിന് കാരണമാവും. ഇതെല്ലാം ജൈവിക അപക്ഷയത്തിൽ പെടുന്നുണ്ട്. പിന്നെ ഖനനം, പാറ പൊട്ടിക്കൽ, അങ്ങനത്തെ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ശിലകളുടെ സംഭവിക്കുന്ന അപക്ഷയം 3 തരത്തിലാണ്. ഭൗതിക അപക്ഷയം, പിന്നെ രാസിക അപക്ഷയം, 3 ജൈവിക അപക്ഷയം. ഇനി ശിലകള് പൊടിഞ്ഞിട്ട് മണ്ണ് രൂപപ്പെടുന്നുണ്ട്. ശിലകൾ പൊടിഞ്ഞിട്ട് മണ്ണ് രൂപപ്പെടുന്ന പ്രക്രിയയാണ് പെഡോജനസിസ്. എന്താണ്? പെഡോജനസിസ്. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി. മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. മണ്ണ് വർഷമോ 2015. ഇനി ശിലാതൈലം എന്നറിയപ്പെടുന്നത് എന്താണ്? ശിലാതൈലം, റോക്ക് ഓയിൽ എന്നൊക്കെ പറയുന്നത്, ശിലാതൈലം എന്നൊക്കെ പറയുന്നത് ഏതാണ്? പെട്രോളിയം ആണ് കേട്ടോ. റോക്ക് ഓയിൽ അഥവാ ശിലാതൈലം എന്ന് പറയുന്നത് പെട്രോളിയം ആണ്, ഓർക്കുക. അപ്പൊ ശിലകൾ പൊടിയലാണ് കേട്ടോ. അതാണ് 3 തരത്തിൽ പറഞ്ഞത്: ഭൗതികം, രാസികം, ജൈവികം. അതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താന്ന് ജസ്റ്റ് ആ ബുക്കിൽ ഉണ്ടാകും, അത് വായിച്ചു നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ ശിലകളെ കുറിച്ചിട്ടുള്ളത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.